ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനൂസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പം തയ്യാറാക്കാൻ ഒരു പെർഫെക്റ്റ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. കിണ്ണത്തപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം 5 മണിക്കൂർ മുന്നേ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. കിണ്ണത്തപ്പത്തിന് വേണ്ടിയിട്ട് എപ്പോഴും നല്ല ക്വാളിറ്റി അരി തന്നെ ഉപയോഗിക്കാൻ നോക്കണം. ഞാൻ എടുത്തിരിക്കുന്നത് ബാസ്മതി റൈസ് ആണ്. ഇതിന് പകരം നിങ്ങൾക്ക് പച്ചരി ഉപയോഗിക്കാം, അല്ലെങ്കിൽ സോണ മസൂരി റൈസ് ആയാലും മതി. ഞാനിത് ഈ 3 അരി വെച്ചും ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബാസ്മതി റൈസ് വെച്ച് ചെയ്തപ്പോഴാണ്. ആ ബാസ്മതി റൈസിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവർ ഉണ്ടല്ലോ, അതും കൂടി കിണ്ണത്തപ്പത്തിൽ വരുമ്പം കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് അരി വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തേങ്ങാപ്പാൽ വേണം. ഞാനിവിടെ 2.5 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അതിൽ 1/2 കപ്പ് തേങ്ങാപ്പാൽ ഞാൻ മാറ്റി വെച്ചിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ചാണ് നമ്മൾ അരി അരയ്ക്കുന്നത്. കാരണം അരി അരയ്ക്കുന്ന സമയത്ത് അത് ഒരുപാട് ചൂടാവാതെ നോക്കണം. മിക്സിയിലായിരിക്കുമല്ലോ, നമ്മൾ മിക്കവാറും എല്ലാവരും മിക്സി ഉപയോഗിച്ചിട്ടാണ് അരയ്ക്കുക. അപ്പോൾ മാവ് ഒരുപാട് ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല തണുത്ത തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അരച്ചാൽ മതി. പിന്നെ അരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മിക്സി ചൂടാവുന്നതായിട്ട് തോന്നിയാൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ടിട്ട് പിന്നെ അരച്ചാൽ മതി. അപ്പോൾ ഈ ഐസ് ഇട്ട് വെച്ചിരിക്കുന്ന 1/2 കപ്പ് തേങ്ങാപ്പാൽ കൂടാതെ 2 കപ്പ് തേങ്ങാപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ മാവ് ലൂസാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു വലിയ തേങ്ങ എടുത്തിട്ട് അതിൻ്റെ പാലെടുത്താൽ മതി. പിന്നെ നമുക്ക് 2 മുട്ട വേണം. മുട്ട ചേർക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതുപോലെ തന്നെ എടുത്ത് മാവിലോട്ട് ചേർക്കരുത്. കുറച്ച് സമയം പുറത്തെടുത്ത് വെച്ച് അതിൻ്റെ നല്ല തണുപ്പ് മാറ്റി റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം ചേർക്കുന്നതാണ് നല്ലത്. ഈ മുട്ടയൊക്കെ ചേർക്കുന്നത് കിണ്ണത്തപ്പത്തിൽ വളരെ പ്രധാനമാണ്. അത് വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ പരുവം കറക്റ്റായി കിട്ടണമെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. പിന്നെ നമുക്ക് ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി, തേങ്ങാപ്പാലും മുട്ടയൊക്കെ ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ബാസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1 കപ്പല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഒറ്റ തവണയായിട്ട് തന്നെ അരച്ചെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ അരയ്ക്കാനായിട്ട് ചേർക്കുന്നത് ഐസ് ഇട്ട് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലാണ്. ഇത് നിങ്ങൾ ഒരുമിച്ച് തന്നെ ഒഴിക്കണ്ട കേട്ടോ. ആദ്യം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് അരച്ച് നോക്കുക. എന്നിട്ട് കൂടുതൽ വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഈ മാവ് നമുക്ക് പറ്റുന്നിടത്തോളം തരിയില്ലാതെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. അപ്പം കൂടുതൽ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്, നന്നായി അരഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അരച്ച് നോക്കുക, പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മാവ് ഞാനിവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. പറ്റുന്നിടത്തോളം തരിയില്ലാതെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് 2 മുട്ടയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. കൂടുതൽ സമയം അടിക്കേണ്ട ആവശ്യമില്ല, 1-2 തവണ നന്നായി ഒന്ന് അടിച്ചെടുത്താൽ മതി. ആ മുട്ട മാവിലോട്ട് നന്നായി മിക്സ് ആയാൽ മാത്രം മതി. മാവും മുട്ടയും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇതിനകത്ത് ചേർക്കാനുള്ള പഞ്ചസാരയും ഏലക്കയും ജീരകവും ഒക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. ഞാൻ മധുരത്തിനായിട്ട് 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ 4 ഏലക്ക, 1 നുള്ള് ജീരകം എടുത്തിട്ടുണ്ട്. ജീരകം ഒരുപാട് വേണ്ട, 1 നുള്ള് മതി. കാരണം പിന്നെ കൂടുതൽ ജീരകം നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. പഞ്ചസാരയും ജീരകവും ഏലക്കയും കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മാവിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 1/4 ടീസ്പൂൺ മാത്രമേ ചേർക്കാവുള്ളൂ, കൂടി പോവാതെ നോക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇത് ലൂസാക്കി എടുക്കണം. ഇപ്പോൾ ഈ മാവ് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് 2 കപ്പ് തേങ്ങാപ്പാൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഐസ് ഇട്ട തേങ്ങാപ്പാലല്ല, അല്ലാതെ മാറ്റി വെച്ച 2 കപ്പ്, അതാണ് ചേർക്കാൻ പോകുന്നത്. ഇത് ഏകദേശം 2 കപ്പ് തന്നെ വേണ്ടി വരും കേട്ടോ. പക്ഷെ നിങ്ങൾ ആദ്യം മാവ് അരയ്ക്കാൻ വേണ്ടിയിട്ട് എത്ര തേങ്ങാപ്പാൽ ചേർത്തു എന്നുള്ളതനുസരിച്ച് ഇപ്പോൾ ചേർക്കുന്ന തേങ്ങാപ്പാലിൻ്റെ അളവിൽ വ്യത്യാസം വരാം. എന്തായാലും ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത് പാല് പോലെ ഇരിക്കണം. അതായത് പശുവും പാലിൻ്റെ അതേ അത്രത്തോളം ലൂസായിരിക്കണം. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് 2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്തു. പിന്നെ ആദ്യം മാവ് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണും കൂടി ഐസ് ഇട്ട തേങ്ങാപ്പാലും ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മാവ് നമുക്കൊരു 15 മിനിറ്റ് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമ്മൾ ചേർത്ത ഏലക്കയുടെയും ജീരകത്തിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ നന്നായിട്ട് അതിനകത്തോട്ട് വരും. അതിനുശേഷം 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് നന്നായി അരിച്ചെടുത്തിട്ട് വേണം കിണ്ണത്തപ്പം തയ്യാറാക്കാൻ. അപ്പോൾ ഇത് അടച്ച് മാറ്റി വെക്കാം. മാവ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞു. ഇത് നമുക്കിനി അരിച്ചെടുക്കണം. ഇത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു തുണി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം
എത്രത്തോളം നന്നായിട്ട് നമുക്കിത് അരിച്ചെടുക്കാൻ പറ്റുന്നോ അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കിണ്ണത്തപ്പം. എത്ര നമ്മൾ സ്മൂത്തായിട്ട് തരിയില്ലാതെ മിക്സിയിൽ അരയ്ക്കാൻ നോക്കിയാലും കുറച്ചൊക്കെ ആ അരിയുടെ തരി ഉണ്ടാവും. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ ഇതുപോലൊരു തുണി ഉപയോഗിക്കാം, അല്ലെങ്കിൽ നല്ല ചെറിയ കണ്ണുള്ള അരിപ്പ തന്നെ ഉപയോഗിക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് ഈ മാവ് അരിച്ചെടുക്കാം. മാവ് ഞാനിവിടെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഒരു തവണ അരിച്ചതിന് ശേഷം നിങ്ങളൊന്ന് തൊട്ട് നോക്കണം. തൊട്ട് നോക്കുമ്പോൾ ശരിക്കും നമ്മൾ പാലിൽ തൊടുന്ന പോലെ ഇരിക്കണം. അത്ര അതിനകത്ത് തരി ഉണ്ടാവാൻ പാടില്ല. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിണ്ണത്തപ്പം കറക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ ഒരു തവണ അരിച്ച് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് തരി ഉണ്ടെന്ന് തോന്നിയാൽ വീണ്ടും ഒരു 2-3 പ്രാവശ്യം അരിച്ചെടുക്കണം. തുണി അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ കണ്ണുള്ള അരിപ്പയിലൂടെ 2-3 പ്രാവശ്യം അരിച്ച് തന്നെ എടുക്കുക. പറ്റുന്നിടത്തോളം തരിയില്ലാതെ തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഈ അപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്റ്റീൽ പാത്രം വേണം. സ്റ്റീൽ പാത്രം തന്നെ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഗ്ലാസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കേക്ക് ടിൻ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. പ്ലാസ്റ്റിക് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇതിനകത്തേക്ക് ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ്ക്ക് പകരം വെളിച്ചെണ്ണ ആയാലും മതി. താഴെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഇടണമെന്ന് നിർബന്ധമില്ല. ആദ്യം നമ്മൾ മാവിൽ കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാം. ഇനി ഞാൻ സാധാരണ ഇത് സ്റ്റീമറിൽ വെച്ചതിന് ശേഷമാണ് ഇതിനകത്ത് മാവ് ഒഴിക്കുന്നത്. കാരണം മാവ് നല്ല ലൂസ് ആയതുകൊണ്ട് ഒഴിച്ചിട്ട് പിന്നെ നമുക്ക് ഈ പാത്രം എടുത്ത് സ്റ്റീമറിൽ വെക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചിലപ്പം താഴോട്ടൊക്കെ ഇങ്ങനെ തുളുമ്പി പോകും. അപ്പോൾ അതുകൊണ്ട് സ്റ്റീമറിൽ വെച്ചതിന് ശേഷം നമുക്ക് മാവ് ഒഴിക്കാം. ഞാനിത് ആവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ ഒരു സ്റ്റീൽ പ്ലേറ്റ് ഇട്ടിട്ടുണ്ട്. ഇതുപോലെ കണ്ണുള്ള പ്ലേറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല, ഏതെങ്കിലും സ്റ്റീൽ പ്ലേറ്റ് മതി. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് മാവ് ഒഴിച്ച് ആവിയിൽ വേവിക്കുന്നത്. അപ്പോൾ നമ്മൾ നെയ്യും ജീരകവും ഇട്ട് വെച്ച പാത്രം ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇത് വെന്ത് കഴിയുമ്പോൾ പൊങ്ങി വരത്തൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടൊരു ഈ പാത്രത്തിൻ്റെ ഒരു 1/4 ഭാഗം മാവ് ഒഴിക്കാം. കിണ്ണത്തപ്പം പിന്നെ ഒത്തിരി കനമില്ലാതെ കുറച്ച് തിന്നായിട്ട് ഉണ്ടാക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിനെ നമുക്ക് മൂടി വെച്ച് വേവിക്കണം. ഇതിൻ്റെ മുകളിൽ ഒരുപാട് വെള്ളം ആവി വരുന്ന സമയത്ത് വെള്ളം വീഴും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഇത് അലൂമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു തുണി ഉപയോഗിച്ച് കവർ ചെയ്യാം. എനിക്ക് തുണിയാണ് കൂടുതൽ നല്ലതായിട്ട് തോന്നിയത്. കാരണം അലൂമിനിയം ഫോയിൽ നമ്മൾ ഈ മാവ് വെച്ചതിന് ശേഷം പിന്നെ കവർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെ നല്ലൊരു ടവൽ എടുക്കുക. വൃത്തിയുള്ളൊരു ടവൽ എടുത്തിട്ട് ഇതുപോലെ മൂടി വയ്ക്കാം. ടവല് നല്ല ചെറുതായിട്ട് മടക്കണം കേട്ടോ, താഴെ തീയിലോട്ടൊന്നും വീഴരുത്. ഓക്കെ, എന്നിട്ട് ഒരു പാത്രം വെച്ച് ഇങ്ങനെ അടച്ചതിന് ശേഷം ഇങ്ങനെ താഴോട്ട് കിടക്കുന്ന ആ ടവലുണ്ടല്ലോ അത് ഇങ്ങനെ മടക്കി വെച്ചാൽ മതി. അപ്പോൾ അത് തീയിലൊന്നും തട്ടാതിരിക്കും. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 1/2 മണിക്കൂർ വേവിക്കാം. അപ്പോഴേക്കും കിണ്ണത്തപ്പം കറക്റ്റായിട്ട് വെന്ത് കിട്ടും. ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു കത്തിയോ വെച്ചൊന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം തയ്യാറാക്കാൻ വെച്ച കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റി വെക്കാം. ഇതുപോലെ തന്നെ ഒരു കിണ്ണത്തപ്പം കൂടി തയ്യാറാക്കാനുള്ള മാവുണ്ട്. അപ്പോൾ നമുക്കതും കൂടി തയ്യാറാക്കാം. നമ്മൾ ആദ്യം തയ്യാറാക്കിയ കിണ്ണത്തപ്പം ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട്, ശരിക്കും ഞാൻ വെറുതെ പറയുന്നതല്ല, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പമാണ്. പിന്നെ കിണ്ണത്തപ്പം എപ്പോഴും നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ കഴിക്കാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ചേർത്ത മുട്ടയുടെയൊക്കെ ടേസ്റ്റ് അറിയാൻ പറ്റും ചൂടോടുകൂടി കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് നന്നായി തണുത്തതിന് ശേഷം മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഇത് ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത ദിവസം കഴിക്കാം. കൂടുതൽ ടേസ്റ്റിയാണ്. ആ തണുപ്പോടുകൂടി കഴിക്കാൻ ശരിക്കും നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് അടുത്ത ദിവസം എടുക്കാനാണെങ്കിൽ ഒരിക്കലും ഇത് പുറത്ത് വയ്ക്കരുത്, ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. കാരണം മുട്ടയും തേങ്ങാപ്പാലും ഒക്കെ ചേർത്തിരിക്കുന്ന ആയതുകൊണ്ട് കേടായി പോവും. അപ്പോൾ ഇത് ഞാൻ മുറിച്ച് കാണിക്കാം. മുറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ എത്ര സോഫ്റ്റ് ആണെന്നുള്ളത്. കണ്ടോ, എനിക്ക് നല്ല സ്മൂത്തായിട്ട് അത് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ ഇത്രയും സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അത് മുറിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. കിണ്ണത്തപ്പം കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു ജെല്ലി പോലെ ഇരിക്കും. അതിൻ്റെ ഉള്ളിൽ ഒട്ടും തന്നെ അരിയുടെ പച്ചപ്പൊന്നും ഉണ്ടാവത്തില്ല, ഇതുപോലെ ഇരിക്കണം.
ഇതിപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, ശരിക്കും നമ്മൾ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്ര സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പമാണ്. ഇതൊരു പീസ് ഞാനൊന്ന് മുറിച്ച് കാണിക്കാം. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ പരുവം മനസ്സിലാവും. കണ്ടോ, ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പമാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ പ്ലീസ് എൻ്റെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അനൂസ് കിച്ചൺ.